മാരാരിത്തോട്ടം പ്ലാവിള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കല്ലേലി ഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധ ജാഥയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത്. മാരാരിത്തോട്ടം പ്ലാവിള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി കാരൂർ കടവിൽ നിന്നുമായിരുന്നു പ്രകടനം ആരംഭിച്ചത്. മണ്ഡലം പ്രസിഡന്റ് സുന്ദരേശൻ നേതൃത്വം നൽകി. നയങ്ങൾക്കെതിരെ നാട്ടിൽ വികസന മുരടിപ്പ് നടത്തിക്കൊണ്ട് ഭരണം നടത്തുന്ന ജനവിരുദ്ധ ഗവൺമെന്റിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സ്നേഹിതരെ കല്ലേലി ഭാഗത്തെ ജനങ്ങളുടെ ഏറ്റവും ദുരിതപൂർണമായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ് ജനകീയ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കല്ലേലി ഭാഗം മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സുന്ദരേശന്റെയും ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ഇന്ന് നടത്തുന്നത്. മാരാരിത്തോട്ടം ജംഗ്ഷനിൽ നടന്ന വിശദീകരണ യോഗം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി 1000 തവണ നിയമസഭയിൽ കേൾക്കാൻ സാധിക്കും. ഇവിടുത്തെ ചെറുതും വലുതുമായ ഒരുപാട് വിഷയങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന ഒരു ചിത്രം നിങ്ങളാരും വലിയ പണ്ഡിതരും പ്രാസംഗികരും ഡെസ്കിന് മേളിൽ കയറി ശിവൻകുട്ടി കസർത്ത് കളിക്കുന്നതിലൊന്നും കാണിക്കാൻ പോയിട്ടില്ലെങ്കിലും നമ്മുടെ പറയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായും അവിടെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായും ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എളിയ ഒരു ജനപ്രതിനിധി, ഒരു MLA മാത്രമാണ് ഞാൻ. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ടും നിരന്തരമായ സമ്മർദ്ദം കൊണ്ടും മറ്റ് ഇടതുപക്ഷത്തിൻ്റെ MLA-മാരുള്ള 3 നിയോജക മണ്ഡലം തൊട്ടടുത്ത് നമുക്കെടുക്കാം. ആ നിയോജക മണ്ഡലങ്ങളിൽ നടന്നതിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ, ഇന്നും മഴ പ്രതീക്ഷിച്ചതല്ല, ഇന്നും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ പ്രതികൂലമായ സാഹചര്യം, കോവിഡിൻ്റെ പശ്ചാത്തലം. ആദ്യത്തെ തവണ MLA ഫണ്ട് ഇല്ലായിരുന്നു. 140 MLA-മാരുടെയും ആദ്യത്തെ തവണത്തെ മണ്ഡലങ്ങളിൽ ചിലവഴിക്കേണ്ടുന്ന MLA ഫണ്ട് ഈ പിണറായി സർക്കാർ പിടിച്ചു പറിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ 1-ാം വർഷം MLA ഫണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ റോഡാണ്. ആ റോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ്, നിരവധി സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, കോൺഗ്രസ് ഓഫീസിൻ്റെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണ്. ആ റോഡ് നഗരസഭയുടെ റോഡാണ്. ആ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. അതീവ യാത്രാക്ലേശമുള്ള റോഡായിരുന്നു. അബിൻ വർക്കി മുഖ്യപ്രഭാഷണം നടത്തി. തൊടിയൂർ രാമചന്ദ്രൻ, KC രാജൻ, ചിറ്റുമൂല നാസർ, അഡ്വക്കേറ്റ് ജവാദ, M അൻസാർ, പുതുക്കാട്ട് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.